ഉണ്ടായിട്ട് PYP members അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സീരിയസ് ഡ്രാമയാണ്. അതിൻ്റെ ആ സ്കിറ്റിൻ്റെ പേര് ഞങ്ങൾ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയല്ല. That's not the way how you pray. Jisimol is a college student, born and brought up in a traditional Catholic home. She was on her way to meet her friends one fine day, and that was when she saw something interesting paper on the road. Oh, born, live, die. Then what? It was a gospel tract. Jisimol started reading this, and she felt that the piece of paper was talking to her. ആഹാ, നിങ്ങളുടെ ജിസിമോളല്ലയോ? അമ്മാമ എങ്ങനെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നീ എന്തോ ചെയ്യുന്നേ? അമ്മാമ, എനിക്ക് ഈ പേപ്പർ എടുത്ത് കിട്ടില്ല. ഇതിൽ യേശുവിനെ കുറിച്ചുള്ള എനിക്കൊരു ദൈവവേദനാണ് അമ്മാമ. ആഹാ, നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. മോളെ, നീ ആദ്യം ദൈവത്തിനെ അറിയണം, ദൈവത്തിൻ്റെ കൂടെ നടക്കണം. നീ എൻ്റെ കൂടി ഈ പ്രാർത്ഥന പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വസിക്കും. യേശുവേ, യേശുവേ, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. നീ എനിക്ക് വേണ്ടി മരിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നു. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വരണമേ. ഞാൻ നിന്നെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഇപ്പോൾ ഒരു ദൈവഭേദലായി, ഒരു വിശ്വാസിയായി ഞാൻ ഇച്ചിരി മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയല്ല. പോട്ടെ. പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലേ? അല്ല, അപ്പൊ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ആരോടും ചോദിക്കാൻ. ചേച്ചി ഒന്നില്ലേ, കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടെന്ന്. ചേച്ചി പ്രാർത്ഥിക്കാനോ? പിന്നെ എനിക്കറിയാമോ, ഞങ്ങളുടെ തരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആരാധന പോലും പിന്നെ ശരി, എന്നെ ഒന്ന് പ്രാർത്ഥന പഠിപ്പിക്കുക. ആദ്യം മുട്ടടി തലേ തുണിയില്ല. കൈ ഞാൻ പ്രാർത്ഥിക്കുന്ന വചനങ്ങളേറ്റുക. അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനായ സർവശക്തനായ യഹോവേ, പറയാത്ത ഇങ്ങനെ പ്രാർത്ഥിക്കുക. അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനായ സർവശക്തനായ യഹോവേ, നീ സർവഭൂമിക്കും അത്യുന്നതനാകുന്നു. നീ സകല ദേവന്മാരിലും ഉയർന്നവനാകുന്നു. ഇങ്ങനെ വെച്ചാൽ മതിയാവോ ചേച്ചി? ഇങ്ങനെ ചെയ്യും. ഞാൻ പറയുന്നത് നീ കേൾക്കണം. യഹോവേ, നീ വലിയവനാകുന്നു. സാറാഫുകളും കെറുബുകളും അങ്ങയെ സ്തുതിക്കുന്നു. സാറാഫുകളും കെറുബുകളും നിന്നെ സ്തുതിക്കുന്നു. യഹോവേ, അങ്ങ് പരിശുദ്ധൻ. യഹോവേ, നീ പരിശുദ്ധൻ. യഹോവേ, അങ്ങ് പരിശുദ്ധൻ. യഹോവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ. ആമേൻ. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഇങ്ങനെ അങ്ങ് തുടർന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് തെക്കയിലെ മറിയാമ്മയുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് മോളുടെ. അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബർത്ത്ഡേ പാർട്ടി തുടങ്ങത്തില്ല. അവിടെ ഞാൻ പോവാം. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. യഹോവേ, നീ അത്യുന്നതനാകുന്നു. സാറാഫുകളും കെരൂബുകളും അധിവസിക്കുന്ന പരിശുദ്ധനെ. ബാക്കി ഉണ്ടായിരുന്നോ? സാറാഫുകളും കെരൂബുകളും അത്യുച്ചത്തിലാർക്കുന്ന പരിശുദ്ധൻ. അപ്പൊ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. മുട്ടയിലും ഇങ്ങനെ ചടങ്ങല്ലേ ഇത്? മുട്ടയിടുന്ന അമ്മ മുട്ടുവേന എടുക്കും. മനസ്സിലായി? പ്രാർത്ഥിക്കുമ്പോ ഒരു നമ്മുടെ കർത്താവാണ്, നമ്മുടെ ബ്രോ സഹോദരൻ ഫ്രണ്ട് നിന്റെ ആവശ്യങ്ങളോട് വിട്ടുവാ.
കർത്താവെ സുഖമായിരിക്കുന്നല്ലോ. കർത്താവെ സുഖമായിരിക്കുന്നല്ലോ. എനിക്ക് സുഖം. എനിക്ക് സുഖം. എനിക്കിന്ന് രാവിലെ എന്ന ബർഗർ അതിന് നന്ദി. എനിക്കിന്ന് രാവിലെ എന്ന ബർഗർ അതിന് നന്ദി. നന്മകളായ എന്നെ നിറയ്ക്കണം. നന്മകളാൽ എന്നെ നിറയ്ക്കണമേ. ഇന്ന് വൈകിട്ട് ഞാൻ പിസ്സ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വൈകിട്ട് ഞാൻ പിസ്സ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയുള്ളത് ഒരുക്കി തരണം. എങ്ങനെയെങ്കിലും ഒരുക്കി തരണം. ആൾക്കാരെ എല്ലാവരും അനുഗ്രഹിക്കണം. ആൾക്കാരെ എല്ലാവരും അനുഗ്രഹിക്കണം. പിന്നെ ഒരു കഷ്ടപ്പാടും എനിക്ക് വരരുത്. പിന്നെ ഒരു കഷ്ടപ്പാടും എനിക്ക് വരരുത്. എനിക്ക് കഷ്ടപ്പെടാൻ കഴിയുകയില്ല. എനിക്ക് കഷ്ടപ്പെടാൻ കഴിയുന്നു. കർത്താവിനെ അനുഗ്രഹിക്കും. കർത്താവിനെ ബ്രോ പോലെ സുഖമായി പഠിക്കാൻ പറ്റും. ചടങ്ങാണ്. ഓക്കെ അറിയാൻ കിട്ടും. ഞാൻ മനസ്സിലാവും. അപ്പൊ യേശു ബ്രോ അപ്പൊ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലേ? വെറുതെ ചുമ്മാ കരഞ്ഞ് മുട്ടയെന്ന് കഷ്ടപ്പെട്ടു. പിന്നെ ബ്രോ ഇന്നലെ കോളേജിലൊരു സീൻ ഉണ്ടായി. അവളുമായിട്ട് ചുമ്മാ ഒരു അടി പിടിച്ചുണ്ടായി. പക്ഷെ അത് സീനായില്ല. ഞാൻ സെറ്റാക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾ ചെയ്ത അത്ര നല്ല പരിപാടിയൊന്നും അല്ല. അതിനുള്ളതങ്ങ് കൊടുത്തേക്കണം. പിന്നെ ബ്രോ പിന്നെ ഇതിനായിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. പിന്നെ അതിനോട് ഹലോ കൊച്ചെ, എന്നെ കാണിക്കുന്നേ? ഞാൻ നമ്മുടെ യേശുബ്രോയായിട്ട് പ്രാർത്ഥിക്കുന്നത്. നീ ഇങ്ങനെയാണോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത്? യേശു നമ്മുടെ ബ്രോ അല്ലേ? എന്റെ കർത്താവേ, സർവശക്തനായ ദൈവത്തോട് നീ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ചേച്ചി അപ്പോ നിനക്കറിയോ ഇത് എത്ര വലിയ പാപമാണ് നീ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ തെറ്റാണോ ചേച്ചി? നീ മരിച്ചു പോകും. നീ ഇപ്പൊ മരിച്ചു പോകും. നീ പെട്ടെന്ന് ദൈവത്തോട് ക്ഷമ ചോദിക്കും. ചേച്ചി എനിക്ക് അറിയത്തില്ല ചേച്ചി എങ്ങനെയാ ഞാൻ പറയാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. ചേച്ചി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കറിയാം ഒരു പാസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മളെ എവരി 15 സെക്കൻഡിൽ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ 15 സെക്കൻഡിൽ നമ്മൾ ഇങ്ങനെ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്നാ പറയുന്നേ. ഞാൻ ഇത്ര നേരം പാപം ചെയ്യാറുണ്ട്. നമ്മൾ ക്ഷമ ചോദിച്ചു കരുതി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സർവശക്തനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാനിനി ചെയ്യാൻ പോകുന്ന പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാനിനി ചെയ്യാൻ പോകുന്ന പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. കണ്ണീര് വരണം, കണ്ണീര് വരണം. എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ എന്നോട് ക്ഷമിക്കണേ. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. യേശുവേ എന്നോട് പൊറുക്കണേ. യേശുപ്പച്ച എന്നോട് പൊറുക്കണേ. ഞാൻ എന്തായാലും പോവാ. നീ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കണം. എന്റെ ഡ്യൂട്ടിയുടെ സമയം നീ കാരണം ലേറ്റായി. ദൈവമേ എന്നോട് ക്ഷമിച്ചേക്കണേ. യേശുവേ യേശുവേ, കർത്താവേ കർത്താവേ, ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നത് പോലെ എനിക്കറിയത്തില്ല കർത്താവേ. 15 സെക്കൻഡ് ആയോ കർത്താവേ? കർത്താവേ കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി കർത്താവേ. 5 സെക്കൻഡ് ആയിരുന്നു. നീ ഇവിടെ എന്തെടുക്കുവാ? ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? നല്ലതായിട്ടുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിച്ചാലല്ലേ കർത്താവ് കേൾക്കത്തോളൂ. ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി കിട്ടുമെന്ന് ആരാ പറഞ്ഞത് നിന്നോട്? അതിപ്പോ ഒരു ചേച്ചിനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിച്ചു. നമ്മൾ എന്താ ചെയ്യണമെന്നോ? നമുക്ക് ദൈവം പുത്രത്വത്തിന്റെ ആത്മാവാണ് തന്നേക്കുന്നത്. എന്തിന്റെ പുത്രത്വത്തിന്റെ ആത്മാവാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആണ് കയറി ചെല്ലണം. കോഴിപ്പടി വല്ലതും ഡയറക്റ്റ് നമ്മൾ നേരിട്ടാ. പണ്ടത്തെ കാലമല്ലല്ലോ, നമ്മൾ ഡയറക്റ്റ് ആണ് കയറി ചെല്ലും. ഭർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ പ്രാർത്ഥിക്കണം? കൈയൊക്കെ ഉയർത്തിപ്പിടിക്കണം. ഭർത്താവിനോട് നമ്മൾ ചോദിക്കും എങ്ങനെ? അധികാരം. ദൈവമേ 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 ദൈവമേ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി എവിടെ? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി എവിടെ? ഞാൻ അപ്പുറത്തെ വീട്ടിലെ മറിയാമ്മ ചേട്ടത്തിയുടെ കാര്യം പറഞ്ഞല്ലായിരുന്നോ? ഞാൻ അപ്പുറത്തെ വീട്ടിലെ മറിയാമ്മ ചേട്ടത്തിയുടെ കാര്യം പറഞ്ഞതല്ലായിരുന്നോ? ആ പുള്ളിക്കാരിക്ക് എന്നെ കാണുമ്പോഴേ ഇച്ചിരി പിരിയളവും. ആ പുള്ളിക്കാരത്തിക്ക് എന്നെ കാണുമ്പോ തന്നെ പിരിയളവും. ഇന്ന് തന്നെ അതിന് മറുപടി കൊടുത്തേക്കണം. ഇന്ന് തന്നെ ഒരു മറുപടി കൊടുത്തേക്കണം. ഇന്ന് തന്നെ മറുപടി കൊടുത്തില്ലെങ്കിലേ, ഇനി ആ മറുപടി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ അടുത്ത മാസത്തെ ദശാംശം ഞാൻ തരികയില്ല. അടുത്ത മാസത്തെ ദശാംശം ഞാൻ തരികയില്ല. അത് വേണോ എന്ന് അങ്ങ് തീരുമാനിച്ചോ? അത് വേണോ എന്ന് അങ്ങ് തീരുമാനിച്ചേക്കണം. പിന്നെ എന്റെ വിസയുടെ കാര്യം, പിന്നെ എന്റെ വിസയുടെ കാര്യം അത് പെട്ടെന്ന് അങ്ങ് അയച്ചേക്കണം. അത് പെട്ടെന്ന് അങ്ങ് അയച്ചേക്കണം. ജിസിമോളെ, ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കണം. നമ്മളെങ്ങനെയാണ് ഡയറക്റ്റ് ചെന്നിട്ട് അധികാരത്തോടെ അങ്ങ് പ്രാർത്ഥിച്ചാൽ ഞാൻ പോട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലേ ആ പുള്ളിക്കാരി വേണ്ടി എനിക്ക് എന്തെങ്കിലും പണി ഒപ്പിച്ചു പോവാ. എങ്ങനെ പ്രാർത്ഥിച്ചു? അധികാരം. ആ, അപ്പൊ എനിക്കൊന്നും പേടിക്കാനില്ല. അവളെ അധികാരത്തോടെ കർത്താവിനോട് പറയാം. അതെ കർത്താവേ, അവന്റെ മറ്റേ മറിയാമ്മയുടെ കാര്യം അല്ല, ഏത് മറിയാമ്മ? പോട്ടെ, അത് പോട്ടെ. അത് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളും കുറച്ച് അത്യാവശ്യങ്ങളും ഒക്കെ ഉണ്ട് കർത്താവേ.
എനിക്ക് മുംബൈയിൽ ഒരു ബംഗ്ലാവ് വേണം, പിന്നെ ഒരു ഓടിക്കാറും, പിന്നെ കല്യാണപ്രായമൊക്കെ ആയില്ലേ, കാണാൻ കൊള്ളാത്തൊരു ചെറുക്കനെ എനിക്ക് എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഭർത്താവേ ഒരു ആരാണല്ലോ ആരാ എന്നെ വിളിച്ചത്? ഏതൊരു ശബ്ദം ഞാൻ കേട്ടുവല്ലോ. ഇത് യേശു ആണോ? അതെ. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ അപ്പ നിന്നോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലേ ഞാൻ പ്രാർത്ഥന കേൾക്കുമെന്ന് അവരൊക്കെ പഠിപ്പിച്ചു അല്ലേ? ആ ചേച്ചിയും ചേട്ടായിക്കെ എന്നെ അങ്ങനെ പഠിപ്പിച്ചേ. പക്ഷെ ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിന്നോട് നടക്കാനാണ്. നിനക്ക് ഏത് നേരം എന്നോട് ഓടി വരാം, മനസ്സിലുള്ളത് ഉള്ളതുപോലെ പറയാം. യേശുപ്പ, അപ്പോ ഞാൻ ചെയ്തെല്ലാം തെറ്റായിരുന്നോ? ഇങ്ങനല്ലേ പ്രാർത്ഥിക്കണ്ടേ? ഇന്നു മുതൽ നീ എൻ്റെ മകളില്ലേ? ഞാൻ നിന്റെ പിതാവായും ഞാൻ നിന്റെ ഒറ്റ സുഹൃത്തായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പ, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. ഞാൻ പാവം ചെയ്തിരിക്കുന്നു. അപ്പ, നിനക്ക് എന്നോട് എന്തും പറയാം, പ്രാർത്ഥനയിൽ നിനക്ക് എന്തും എന്നോട് പറയാം. പക്ഷെ എൻ്റെ ശബ്ദത്തിനെ നീ കാത്തിരിക്കും. അപ്പ, എനിക്ക് മനസ്സിലായപ്പ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങന്റെ പിതാവായി എൻ്റെ കൂടെ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. അത് മതിയപ്പ, എനിക്ക് അത് മതി. Friends, Jesus came to the world to die for our sins and to make us one with Him. He died on the cross to break the barrier that we had in approaching the holy throne of God. Through Jesus, we have an easy, ever access to God our Father. He does not want us to pray as a one-day ritual during which we chant some words over and again. He wishes that we as His children would talk to Him, enjoy His companionship. He is a trust friend anyone can ever have. So today, let's learn to see prayer as a two-way communication between us and God. Let's relook at our prayer life. See if we have fallen prey to any ritualistic prayer. We should be eager and happy to come into the presence of God and speak with Him. Or are we bored when we pray? Let's get our priorities straight and commit to a life of constant walking with our God. May God bless us all.